ഞാൻ ആദ്യം തന്നെ പറയുണ്ടായി ആസ് എ പ്രേക്ഷക ഫസ്റ്റ് നമ്മളെ ഇൻസ്പയർ ചെയ്തത് ആ മ്യൂസിക് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഓണർ ഓഫ് ദ മെസ്മറൈസിങ് വോയിസ് സായൻ. സോ നമുക്കറിയാം സായൻ പല ഹൃദയങ്ങളെ കീഴടക്കിയ ആ ശബ്ദത്തിൻ്റെ നാഥനാണ് സായൻ. ഇവിടെ ഇല്ല, ബട്ട് ഈവൻ ദോ നമുക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ട്. സോ വി ലിസൺ ടു ദാറ്റ് വോയിസ് മെസ്സേജ് ആൻഡ് വി ലിസൺ ടു ദ ഫ്യൂ ലൈൻസ്. ആക്ച്വലി എനിക്കും നമുക്ക് എല്ലാവർക്കും കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ സായനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഴവിൽ മനോരമയിലെ സൂപ്പർ സിംഗറിലെ ഫൈനലിസ്റ്റാണ്. ഉണ്ണികൃഷ്ണൻ്റെ വോയിസുമായിട്ട് നല്ല സാദൃശ്യമുള്ള ഒരു സിംഗറും കൂടെയാണ്. സോ ലെറ്റ്സ് ഹിയർ ദ മെസ്സേജ് ഫ്രം സായന്ത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സായന്ത്. സുമൂസ് ക്രിയേഷന്റെ ബാനറിൽ റാന്തൽ വിളക്ക് എന്ന വെബ് സീരീസിലെ പാട്ട് പാടിയിരിക്കുന്നത് ഞാനാണ്. ഈ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഇഫ്തി ചേട്ടനാണ്. പാട്ടിന് വരികൾ ചെയ്തിരിക്കുന്നത് ജിജോയ് മാഷാണ്. സോണിക് ഐലൻഡിൽ വെച്ചിട്ടാണ് ഈ സോങ്ങിന്റെ റെക്കോർഡിംഗ് പ്രൊസീജിയർ നടന്നത്. വളരെ മികച്ചൊരു അനുഭവമായിരുന്നു ആ റെക്കോർഡിംഗ് ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്നത്. വളരെ മികച്ച ഒരു പാട്ട്, അതിനനുസരിച്ചുള്ളൊരു ഈണം. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇഫ്തി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ജൂൺ എന്ന് പറഞ്ഞിട്ടൊരു ഇത്രയും വലിയൊരു ഹിറ്റ് അടിച്ചിരിക്കുന്ന ടൈമിൽ എനിക്ക് ഇഫ്തി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അത് ഏറ്റവും വലിയ കാര്യം. പിന്നെ റെക്കോർഡിംഗ് ടൈമിൽ ഇഫ്തി ചേട്ടൻ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. അതുകൊണ്ട് എനിക്ക് മാക്സിമം എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇതുപോലെ മികച്ച വർക്കുകൾ ഇനിയും ഉണ്ടാവട്ടെ, ഈ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ. എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. മനസ്സിൻ കടലിൽ തിരകൾ പറയും വീണാനാദം നോവിൻ ഗീതം നെടുവീർപ്പുകളും മിഴിനീർ കണവും തീരാതെന്നും കാണാദൂരം തുഴയുകയാണിനിയും തളരും മനസ്സിൻ മോഹങ്ങൾ കരയണയാൻ ദൂരം ഇടവഴികളിൽ ഇടറും ചുവടിൻ നടനം തീരുന്നു കനവുകളിൽ മണ്ണിൽ വീണുടയുന്നു. Expecting more in upcoming project. Okay, so thank you once again to Sayan. അടുത്ത നമ്മുടെ കുട്ടി കുരുന്നുകൾ, ഷൈനിങ് സ്റ്റാർസ്, ലിറ്റിൽ വാട്ട്, അവരാണ് ഇവിടെ റോക്ക് ചെയ്യുന്നത് അല്ലേ? നമുക്ക് അവരെ വിളിക്കാം. ഇന്നത്തെ ലിറ്റിൽ സ്റ്റൂബേഴ്സ് ആണ്, പക്ഷേ നാളെ അവരായിരിക്കും ഇവിടെ തടഞ്ഞു. ഇപ്പം തന്നെ ഓൾറെഡി അവർ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി കഴിഞ്ഞു. എവിടെ? അവിടെ ഉണ്ടല്ലോ അല്ലേ? സോ ആയിട്ട് സയാന, പാറു എന്ന റോൾ ചെയ്ത സയാന അമ്മയും അച്ഛനെയും പിരിഞ്ഞിരുന്ന സമയം കുഞ്ഞനുജത്തിക്ക് വലിയേച്ചിയായ മിടുക്കി. സോ ഐ ഇൻവൈറ്റ് സയാന. സയാന പ്ലീസ് കംഫോർട്ട് മൈ ഡിയർ. നമ്മൾ സയാനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സയാനെ പോലെ തന്നെ ഒരു ടാലന്റഡ് ആളെയാണ് വിളിക്കേണ്ടത് അല്ലേ? സോ ഐ ഇൻവൈറ്റ് മാസ്റ്റർ ആരുഷ്. പല പ്രോജക്ട്സ് അടുത്ത് മാസ്റ്റർ ചെയ്യാൻ പോകുന്നുണ്ട് നമ്മുടെ ആരുഷ്. ഓക്കെ ഓക്കെ, ഇവർക്ക് എന്താ പറയണ്ടേ? അവർക്കുണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ പറയും. ആദ്യം നമുക്ക് സയാനിൽ കേൾക്കാം. അവർക്ക് എന്താ പറയാനുള്ള? എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്തതിനും മതി മതി, അതിലൊക്കെ എല്ലാം ഉണ്ട്. ഓക്കെ, താങ്ക് യു സയാന കുട്ടി. ഓക്കെ, അതല്ലേ നമുക്ക് വേണ്ടല്ലേ? ഓക്കെ, മാസ്റ്റർ ആരുഷ്, എന്താ പറയാനുള്ളത്? അമ്മയാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്, എന്താ പറയാനുള്ളത്? പറ. എപ്പോഴാച്ചാൽ സുമൂസ് ക്രിയേഷൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫസ്റ്റ് കമൻറ്റ് ഞാനാക്കി ഇടുന്നത്. നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്ററാണ് അമ്മ. ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള മോട്ടിവേറ്ററാണ്. ഫസ്റ്റ് കമൻറ്റ് നമ്മുടെ ആരുഷ് കൊണ്ടുവരാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം, മെമൻറ്റോ കൊടുക്കാം. സോ ഐ റിക്വസ്റ്റ് മാസ്റ്റർ ആരുഷ് ടു ഹാൻഡ് ഓവർ ദ മെമൻറ്റോ ടു അവർ ലിറ്റിൽ സയാന. സയാന പ്ലീസ്. Thank you. Congratulations, Sayana, for doing your role best as Paru Chechi. Okay, wishing you very much success. God bless you, my dear child. Okay, നമുക്ക് ഒരാളെയും കൂടെ വിളിക്കാം. ഞാൻ പാട്ട് പാടാം കേട്ടോ. പാട്ടൊന്നും പേടിക്കല്ലേ, റൈം. Twinkle twinkle little star, the boy is the
superstar. Ara, Zumana, Lechukutti. വീട്ടിലെ മിടുക്കി കാര്യങ്ങൾ വളരെ വ്യക്തമായി ഗ്രഹിക്കുന്ന കുട്ടി കുരുമി തിരിച്ച് മാത്രമല്ല റിയൽ ലൈഫ് ആയിട്ടാണ്. ഓക്കെ, ഷൂക്കുട്ടിക്ക് എന്താ പറയാനുള്ള? Thanks my parents. ഓക്കെ, താങ്ക് യു. വെറുതെ പറയണ്ട. ഇല്ല, ഓക്കെ ഡിയർ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് വാങ്ങിച്ചാലോ? ഓക്കെ, മാസ്റ്റർ ആരുഷ്, പ്ലീസ് ഗിവ് ദ മൊമെന്റോ ഫോർ എ ലിറ്റിൽ ഷൈനിങ് സ്റ്റാർ. Congratulations, Zumana, for doing the role Lechukutti. So God bless you, my dear child, and wishing you many more success in upcoming future projects and whatever you do in studies and everything. Okay, thank you. Thank you, Master Arush. Okay, so നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പാട്ട് പറഞ്ഞു, ആരാ എഴുതിയത് പറഞ്ഞു, നമ്മൾ മ്യൂസിക് ഉണ്ട്. ഇനി അടുത്ത് ആരാ എഴുതിയത്, അതിൻ്റെ വരികൾ ലിറിക് ജിജോയ് മാഷ്. സോ നമ്മളെ പോലെ തന്നെ ഒരു പ്രവാസിയാണ്, പക്ഷേ ഒമാനിലല്ല, ഖത്തറിലാണ് ആളുള്ളത്. ഓക്കെ, സോ നമ്മുടെയൊക്കെ പൾസ് അറിഞ്ഞിട്ടാണ് ആൾ ഓരോ ലൈനും ഓരോ വരികളും എഴുതിയിരിക്കുന്നത്. സോ ജിജോ മാഷിൻ്റെ വോയിസ് നമ്മളിവിടെ പ്ലേ ചെയ്യും. അതിന് അയാൾ ജിജോയ് മാഷിൻ്റെ ആബ്സെൻസിൽ നമ്മൾ ജെസ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ് പെമെന്റോ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഐ ഇൻവൈറ്റ് ആൻഡ് നമ്മുടെ വൺ ഓഫ് ദി സ്പെഷ്യൽ ചീഫ് ഗസ്റ്റ്, ഞാനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടൊരു പാവം ചീഫ് ഗസ്റ്റ് ഇവിടെ ഉണ്ട്, വിജു വർഗീസ് ചേട്ടൻ. ഓക്കെ, ഒരു ഗുഡ് മോട്ടിവേറ്റർ ആണ്. ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ജസ്റ്റ് രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടു. ഒരു ഗുഡ് സപ്പോർട്ടഡ് ആണ്, ഗുഡ് മോട്ടിവേഷൻ ആണ് ഫ്രം ദ ബിഗിനിങ്. ഇപ്പോഴല്ല, 20 years ആയിട്ട് നിരൂപകൻ എന്നൊരു റോള് അതിമനോഹരമായി ചെയ്തിരിക്കുന്ന ഒരാളാണ് വിജു വർഗീസ് ചേട്ടൻ. ഞാനും ഫേസ്ബുക്കിൽ ചേട്ടൻ്റെ കമൻസ് ഒക്കെ ശരിക്കും നമുക്ക് ഓടുന്ന സമയത്ത് ഒരു ലൈക്കോ കമൻറ്റ് അടിക്കുന്നത് നമുക്ക് സമയം തന്നെ ഇല്ല, പക്ഷേ ചേട്ടൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിനെയും കമൻറ്റ് സെക്ഷൻ കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ഐ ഇൻവൈറ്റ് മിസ്റ്റർ ബിജു വർഗീസ്. So please come to the stage to hand over the memento, and Jessie, please come forward to receive on behalf of Jijoy Mash. Biju ചേട്ടനെ ഞാൻ വാക്ക് കേട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാനിയായ വിനോദ് സാർ, സുനിൽ സാർ, മാധ്യമപ്രവർത്തകനായ കെ ഷഫീർ ഇവിടെ ഉണ്ടായിരുന്നു. ഷഫീർ യൂസഫ്, റാന്തൽ വിളക്കിൻ്റെ സംവിധായകനായ സുബീർമാഹിൻ, കഥയായും തിരക്കഥയായും നർത്തകിയുമായും ഒമാനിൽ അറിയപ്പെടുന്ന ഹീരാമേനോൻ, അതുപോലെ റാന്തൽ വിളക്കിൽ അഭിനയിച്ച എല്ലാ അഭിനേതാക്കൾ, അതുപോലെ സാങ്കേതിക പ്രവർത്തകരായ ജസ്വിൻ പാല, സത്യദാസ് കിടങ്ങൂർ, ഇന്ദു ബാബുരാജ്, പ്രിയായി വേഷം ചെയ്ത അമൃത സോണി, പൂജയായി വേഷം ചെയ്ത ഷെറിയായി വേഷം ചെയ്ത പൂജ നായർ, പിന്നെ കുഞ്ഞു കുട്ടികൾ, എല്ലാവർക്കും സ്നേഹവന്ദനം. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കൂട്ടായ്മയുടെ വലിയ വിജയമാണ്. നിങ്ങളുടെ ആ പേരിൽ തന്നെ ഉണ്ട് എല്ലാവർക്കും. അതായത് സുമോസ്, സുബീർമാഹിൻ്റെ ഇസഡും, യോഗിൻ്റെ ഉണ്ണി, മീരയുടെ യമ്മ, സത്യദാസ് കിടങ്ങൂറിൻ്റെ യെസ്, അത് തന്നെ വലിയൊരു കാര്യമാണ്. ആ ഒരു ക്രിയേഷനിൽ അവർ നെയിം ഇട്ടേക്കുന്നത് തന്നെ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പേരിട്ടേക്കും. പ്രവാസ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ പ്രവാസികളുടെയും കഥയാണിത്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചം പകർത്തുന്ന ചെറിയൊരു റാന്തൽ വിളക്ക് തന്നെയാണ്. ഒന്നിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ടാകാം, അച്ഛന്മാർ മക്കൾക്ക് വേണ്ടിയിട്ടാകാം, മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പ്രകാശം പകർത്തുന്ന ഓരോ റാന്തൽ വിളക്കാണ് നാം ഓരോരുത്തരും. പിന്നെ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം എല്ലാവരും ആ കഥാപാത്രങ്ങളോട് നീതി കൊടുത്തിട്ടുണ്ട്. സുബീർമാൻ സാറ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ സംവിധാനമൊക്കെ ആണെങ്കിൽ എനിക്ക് പേപ്പർ കട്ടിങ്ങൊക്കെ വായിക്കാൻ സാധിച്ചു. പക്ഷെ അങ്ങനൊന്നുമല്ല, എനിക്ക് തോന്നുന്നു വളരെ മികച്ച രീതിയിലാണ് റാന്തലുകളൊക്കെ ചെയ്തിട്ടുള്ളത്. വെച്ചാൽ നമ്മൾ ഓരോ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോഴും അടുത്ത് കാണാനായിട്ട് നമുക്കൊരു ആകാംക്ഷയുണ്ട്. അതാണ് പ്രേക്ഷകർ കൊടുത്തിട്ട് വലിയൊരു സംഭവം. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് സുബ്രഹ്മണ്യൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മീരാമേനോൻ്റെ തിരക്കഥ അത് എടുത്തു പറഞ്ഞ തോന്നലാണ്. പ്രവാസ ലോകത്ത് ഈ ജോലി തിരക്കിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ആക്ടിവിറ്റിയിൽ മീര ഏർപ്പെടുന്നു നോക്കുമ്പോൾ ഇത് പറഞ്ഞ ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായെങ്കിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി സാധിച്ച ഒത്തിരി സന്തോഷം. സ്വിമ്മിംഗ് സ്റ്റേഷനിൽ ബാങ്കിലുള്ള ഇനിയും ഒരുപാട് സൃഷ്ടികൾ ഉണ്ടാകട്ടെ.
മീരാമേനോന്റെ കഥയിൽ തന്നെ വരട്ടെ, സുബൈർ മാലിക് സാറിന്റെ സംവിധാനത്തിൽ തന്നെ വരട്ടെ, അഭിനേതാക്കളൊക്കെ നിങ്ങൾക്ക് തന്നെ ആയിക്കോട്ടെ. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ, നിങ്ങളുടെ ആ കഥാപാത്രങ്ങളോട് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം നിങ്ങളുടെ ഈ കുഞ്ഞ് റാന്തൽ വിളക്ക് എന്നും ഒരു പൊൻചിരാതായിട്ട് തെളിച്ചു തുടങ്ങിക്കട്ടെ. അതുപോലെ എനിക്ക് ഞാനൊരു ചെറിയ ബുക്കുണ്ട് തേജസ്വിനിയായിട്ട്. Okay, so the token of appreciation of റാന്തൽവിളക്കിന്റെ സംവിധായകനായ സുബൈർ മാലിക്കും കഥാപാത്രമായ മീരമേ. Okay, so this is what is happening. The token of love and appreciation presenting a bouquet for Subai, the director of Randal Vilakku, and for the writer and the story for Meera Menon. ഈ കുട്ടം പോലെ എന്നും നല്ല പരിസരത്തോടും നല്ല സുഖത്തോടും ആയിരിക്കാനായിട്ട് ആശംസിക്കുന്നു. അതുപോലെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. Thank you, sir. I really felt like those words are from your heart. So, on behalf of Jijoy Marsh, receiving the memento for Jijoy Marsh, yesterday received the award. Thank you so much. And next, Jijoy Marsh, there is Sandesham, there message ഉണ്ട്, നമുക്കത് ഒന്ന്. റാന്തൽ വിളക്ക് എന്ന വെബ് സീരീസിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും നമസ്കാരം. ഞാൻ ജിജോയ് ജോർജ്. ഈ വെബ് സീരീസിലെ ഒരു പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയ ആളാണ്. ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിക്കാത്തതിൽ വളരെ ദുഃഖമുണ്ട്. എങ്കിലും മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വെബ് സീരീസിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചതിൽ ഉള്ള എൻ്റെ സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഇതിലേക്ക് എനിക്ക് അവസരം നൽകിയ സത്യദാസ്, ഇതിൻ്റെ ഡയറക്ടർ സുബൈർ, ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഇഫ്തി എന്നിവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. വളരെ നല്ല ഒരു വെബ് സീരീസ് ആയിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് പര്യവസാനിച്ചു. ഇനിയും ഇതുപോലെയുള്ള നല്ല വർക്കുകൾ ഈ കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വീണ്ടും ഇതുപോലെ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. അടുത്തതായിട്ട് നിസാമുദ്ദീൻ, the sound engineer and singer നിസാമുദ്ദീൻ, and എല്ലാ ടെക്നിക്കൽ സൈഡ് ഓഫ് റെക്കോർഡിംഗ്, അതുപോലെ സോമൂസ് ക്രിയേഷൻ്റെ ഫസ്റ്റ് ഫ്യൂ എപ്പിസോഡ്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് മിക്സിങ് എല്ലാം ചെയ്തത് നമ്മുടെ നിസാമുദ്ദീനാണ്. ഒരു പാട്ടുകാരനാണ്. അപ്പോൾ ഇൻവൈറ്റ് ചെയ്യുന്നു, പ്ലീസ് കം ടു ദ സ്റ്റേജ് നിസാമുദ്ദീൻ. ഓക്കെ, ആൻഡ് ടു ഗിവ് ദ മൊമെന്റോ ഐ റിക്വസ്റ്റ് മിസ്റ്റർ സുബൈർ മാഹിം ടു കം ടു ദ സ്റ്റേജ്. ആൻഡ് ബിഫോർ ദാറ്റ് രണ്ട് വാക്കുകൾ, രണ്ട് വരികൾ. വേറൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ എളുപ്പമായിരുന്നു. സംഭവം ഒരു ചെറിയ സ്റ്റുഡിയോ വീട്ടിൽ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വളരെ യാദൃശ്യമായിട്ട് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടെന്ന് അറിഞ്ഞു. അതിൻ്റെ ഒരു സാമ്പിൾ എന്ന രീതിയിലൊരു എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എപ്പിസോഡ് പോലും ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും വീട്ടിൽ വന്ന ഡബ്ബിങ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഡബ്ബിങ് ലൈവായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ജസ്റ്റ് സോങ്സ് റെക്കോർഡിങ് മാത്രം വരും, അത് മാത്രം ഔട്ട് എടുത്ത് കൊടുക്കുന്നുള്ളായിരുന്നു. പക്ഷേ ഇതിനു വേണ്ടി ഇൻവോൾവ് ആയപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുബൈറുമായി ഒരു 8 മണിക്ക് വീട്ടിൽ വന്നാൽ വെളുപ്പിൻ്റെ 4 മണിക്ക് പോകും. ഏകദേശം 4 മണിക്ക് പോകാൻ നേരം എനിക്കൊരു പണിയും തന്നിട്ടാണ് പോകുന്നത്. 4 മണിയാകുമ്പോൾ റെഡ് ബുൾ തരും. ആ റെഡ് ബുൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശം 8:30-9 മണി വരെ ഉറക്കം വരത്തില്ല. അങ്ങനത്തെ ഒരു വളരെ നല്ല എക്സ്പീരിയൻസ്, നല്ല രീതിയിൽ കടന്നു പോകാൻ പറ്റി. കുറേ എന്താ പറയുക, BGM ചെയ്യുന്നതാണെങ്കിൽ പോലും ചെറിയ ചെറിയ വർക്കുകൾ ചെയ്തിട്ടുള്ള അല്ലാതെ ഇത്രയും നല്ലൊരു ലോങ് വെബ് സീരീസ് ആയി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും അത്രയും താങ്ക്ഫുള്ളാണ്. ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ ചെയ്യാനൊരു അവസരം തന്നതിൽ, എന്നെ വിശ്വസിച്ചതിൽ. ജഗൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ 3 പേരും ഒരു ടീമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നാൾ ഒരുമിച്ച് താമസിച്ചാണ്. ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനൊരു വർക്കിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. വളരെ നന്ദി.
ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമ്മളത് അങ്ങോട്ട് എടുത്തു വിടണം. പിന്നെ ഒരു പ്രാക്ടീസ് ഒന്നുമില്ല, എന്താവെന്നും അറിയില്ല. മേലേ എൻ കണ്ണിൽ ചിന്നും താരജാലങ്ങൾ, ദൂരെ എൻ നെഞ്ചിൽ വിന്നും മായാമന്ത്രങ്ങൾ, കേടാതെന്നുള്ളിൽ കത്തും റാന്തൽ വിളക്കിൻ പ്രകാശമിന്നും മുന്നിൽ തൂകും തെളിച്ചം, ചിരം നിറഞ്ഞു ഞാൻ, മനം ഉണർന്നു ഞാൻ. Congratulations, Nizamuddin, sound engineer for the web series Ranthal Vilakku. Congratulations. ആങ്കറിങ് ജോലി ഞാൻ ഏറ്റെടുക്കുകയാണ്. കുറച്ച് സമയത്ത്, കുറേ സമയത്ത് നമ്മളിവിടെ ഇരുന്ന് ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവീണക്ക് സോറി, റിയലി ഗ്രേറ്റ് ജോബ് യു ഹാവ് ഡൺ. ഇറ്റ്സ് ഓൺഗോയിങ് പ്രോസസ്. പ്രവീണയ്ക്ക് വേണ്ടി ഒരു മൊമെന്റോ കൊടുക്കുകയാണ്. മൊമെന്റോ കൊടുക്കാൻ വേണ്ടി ഞാൻ മീര മേനോനെ ക്ഷണിച്ചോളൂ. ആങ്കറിങ് എന്ന ഒരു റോളിലാണ് ഇപ്പൊ നിങ്ങളിവർ കേട്ടുകൊണ്ടിരുന്നത്. എന്താണ് അതിനെ കുറിച്ച് കുറെ ആൾക്ക് പണി കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞ പോലെ ഒരു ടീച്ചറായിട്ട് റോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു പാഷൻ ആങ്കറിങ് ആൻഡ് ഡാൻസിങ് ആണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ ജോലിയാണെങ്കിലും ഇത് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. സോ മീന എൻ്റെ അടുത്ത് ഇന്നലെ മിനിഞ്ഞാന്ന് പറഞ്ഞു തോന്നുന്നു. മിനിഞ്ഞാന്ന് രാത്രി പറഞ്ഞു ഇത് ചെയ്യാം. ഞാൻ പറഞ്ഞു വിത്ത് മൈ പ്ലഷർ. കാരണം ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ നമുക്ക് ഒന്നുമില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. റാന്തൽ വിളക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. ആസ് എ ഓഡിയൻസ്, ആസ് എ വ്യൂവർ ഞാൻ എൻ്റെ റിവ്യൂ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും എനിക്ക് ഫസ്റ്റ് ഞാനത് ഒബിയസ്ലി എൻ്റെ ഫ്രണ്ട് മീര, വി ആർ ബീൻ ഫ്രണ്ട്സ് ലൈക്ക് ഫ്രം 2006-2013. സോ അവളെ എഴുതണമെന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ അത് നോക്കാനുള്ളൊരു റീസൺ. പിന്നെ രണ്ടാമത് അതിൻ്റെ പാട്ട്. പിന്നെ മൂന്നാമത് നമ്മളിപ്പോൾ ഇവിടെ കുറേ സീരീസും വെബ് സീരീസൊക്കെ കാണുന്നുണ്ടെങ്കിലും ഐ ഡോണ്ട് റിയലി തിങ്ക് അത് അപ് ടു ആ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് ചില ഒന്നും ഉണ്ടെന്ന് തോന്നിയില്ല. പക്ഷെ റാന്തൽ വിളക്ക് ഹാവ് ഫുൾഫിൽഡ് ഇറ്റ്സ് 100% to whatever they have whatever they have to do, they did their best എന്ന് പറയാം. സോ അതിൻ്റെ ഓരോ റോളും ചെയ്ത് എനിക്ക് അമൃത അല്ലെങ്കിൽ എന്ത് ചേച്ചി അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഷാനു, ഇവരെയൊക്കെ എനിക്ക് ഷാനു അല്ലെങ്കിൽ പ്രിയ അല്ലെങ്കിൽ ശ്രവ്യ ആയിട്ടാണ് വരുന്നത്. എനിക്ക് ഇവരുടെ റിയൽ പേര് സത്യമായിട്ടും ഇപ്പോഴും മനസ്സിൽ വരുന്നില്ല. സോ ദാറ്റ് ഈസ് ദ റിയൽ സക്സസ് ഓഫ് ദ വെബ് സീരീസ്. ആൻഡ് ഒബിയസ്ലി ഇത് ഫസ്റ്റ് ആണെന്ന് നമുക്ക് പറയില്ല. ഞാൻ ഓൾറെഡി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ആങ്കറിങ് ബോറടിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇനി സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. സോ ഓൾ ദി വെരി ബെസ്റ്റ് റാന്തൽ വിളക്ക്. ബിഫോർ മൂവിങ് ടു ദ നെക്സ്റ്റ്, യെസ്, the honor of the beautiful voice, the dubbing for Priya. She is not present here. Vismaya Prabhakaran. So on behalf of Vismaya, I request Priya to come forward to receive the memento and Meera to hand over the memento. Oh, sorry, I said truth. I would like to receive the memento, not Priya. Please come forward. We are moving almost to the end of the program. So, Vismaya Prabhakaran, the dubbing voice for Priya for the first few episodes of Ranthal Vilakku. Thank you. And Priya, നമുക്കൊരു നവരസത്തിന്റെ കുറച്ച് രസങ്ങൾ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 2-3 രസങ്ങൾ കാണണോ? ജസ്റ്റ് 2-3 ഒരുപാട് അല്ല, ഡാൻസറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, അമൃത ഇസ് എ വെരി വെൽ നോൺ ഡാൻസർ. സോ ജസ്റ്റ് 3-4 എനി രസങ്ങൾ. രൗദ്രം, ഓക്കെ. സങ്കടം,
ആദ്യം. ഓക്കെ, ഇവിടെ റൈറ്റർ വന്നിട്ട് ഒരു റോൾ പറയണോ? അല്ല, നവരസങ്ങളിൽ 3 എങ്കിലും എന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. നവരസങ്ങളിൽ സ്നയാൻ അവരുടെ ഓപ്പർച്യൂണിറ്റി ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഡയറക്ടറാണ്, ഹൂ നോസ്. സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും അത് പെട്ടെന്ന് മാറ്റി വിളിക്കണ്ടേ? Thank you, Amrita. Thank you, Amrita, for being precise. Thank you. Okay, നമ്മളിപ്പോൾ ഇനി അടുത്ത ലാസ്റ്റ് സെക്ഷൻ ആണ്. സോ ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ദി സെഷൻ വി ഹാവ് റീച്ച്. അടുത്തതായിട്ട് നമ്മുടെ മനോഹരൻ ചേട്ടനാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടന് വേണ്ടിയിട്ട് ഡബിങ് ചെയ്തത്. സോ മനോഹരൻ ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെഡ് ഓഫ് പഞ്ചവാദ്യ സംഘം തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഒരു ഹെഡാണ്. അതുപോലെ നമ്മുടെ ഉണ്ണിച്ചേട്ടന് വേണ്ടി ശബ്ദം നൽകിയ ആളാണ്. സോ മനോഹരൻ ചേട്ടൻ്റെ അസാന്നിധ്യത്തിൽ നമ്മൾ ഇന്ത്യ ചേച്ചി ക്ഷണിച്ചു കൊടുക്കുന്നു മെമൻറ്റോ റിസീവ് ചെയ്തതിന് വേണ്ടി. സോ ബൈ പ്ലീസ് ഐ റിക്വസ്റ്റ് യു ടു കം ഫോർവേഡ് ടു ഹാൻഡ് ഓവർ ദ മെമൻറ്റോ. So on behalf of Manoharan Chetan, Indu Chechi is receiving award for the series Randal Vilakku. Thank you, Indu Chechi. Thank you, Subhai. So നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇവിടെ പ്രസന്റ് ആയിരിക്കുന്ന എല്ലാവർക്കും മൊമെന്റോസ് ആസ് എ ടോക്കൺ ഓഫ് താങ്ക്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചില നെയിംസ് മെൻഷൻ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അവരെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും കുറേ പേര് ഇതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ആൾക്കാരെ വിട്ടുള്ളൂ, പലരും ഇവിടെ ഇല്ല. സോ ദിസ് ഓപ്പർച്യൂണിറ്റി ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ ദ നെയിം ഓഫ് ദ പീപ്പിൾ who related to this web series. Khalid Al-Balushi, Vijayan Gopalan, Sunil Nair, Kanjan Keshwani, Shihab, Pravina, Rajesh, Roja Sunil, Rani Nair, Seena Suneet, Anjali, Indu Biju, teacher, Leah Raghu, Sehra Subai, Rafiq Nilakris, Asif Iqbal, Abhilash Menon, Prabhakaran, Sharat Chandran, Judith, Nishan Parayal, Pradeep Nileshwaram, Arina Arun, Shafi Kollam, Abin Matthew, Al Hayat Hospital, Juice World, Al Fikr Bookshop. Thank you so much. നിങ്ങളുടെ എല്ലാവരെയും ഈ നിമിഷത്തിൽ ഞങ്ങൾ on behalf of Sumu's team and also Randal Vilakku whole crew, we are just want to thank you from the bottom of our heart. So, on behalf of Sumu's creation, sincere gratitude for all your support and given throughout the web series. As I said earlier, each one of your contribution is remarkable. We have to mention it. And that's why this Randal Vilakku we are celebrating the grand success today. Last but not least, നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ ഈ നിമിഷത്തിൽ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. So, thanking Almighty God and each one of you again once again from the bottom of our heart for this big achievement. This is just a beginning, still more to go. Okay, moving forward, the waiting moment for today. Okay, as I mentioned in our agenda, the main theme of today. Once again, I would like to invite all the chief guests on the stage. Mr. Kabir Yusuf, sir, please come to the stage. Pichu Varghese, Subin James, and Mr. Binoy Simon Varghese. So I request all the chief guests to be present on the dais. And the Sumu's team members, Subair Mahin, Meera Menon, and Satyadas, not present here. Please come to the stage. നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് അല്ലേ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്? ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ. We are all excited to know about it. Okay, so let's welcome them for announcing about the new project and to release the first look poster. So are you all excited? Are you make some sound? Yes. So here we go. പേടിച്ചിട്ടാണോ? Okay, so the most awaiting moment. Please come forward for that. Shafi sir. So the moment. So Randal Vilakku ശേഷം Sumu's Creationന്റെ അടുത്ത പ്രോജക്റ്റിന്റെ first poster release and a first look poster release. So I want to start. Okay, let's go.
Yes, here we go. So, 2, 3, yay! So we wish this upcoming project to be mega hit with all your support and blessings. നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹ ആശീർവാദത്തോടുകൂടി അടുത്ത പ്രോജക്റ്റിന്റെ പോസ്റ്റർ പ്രകാശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. So we wish all the very best for the Sumu's creation. Name of project is. Okay, we'll hear from the director itself. Sir, please, you can. എനിക്കിപ്പം പ്രൊജക്റ്റിന് നമ്മൾ നെയിം ഇട്ടിരിക്കുന്നത് ട്വിസ്റ്റ് എന്നാണ്. എന്താണ് ട്വിസ്റ്റ് എന്നുള്ളത് ആ പേരിൽ തന്നെ ഉണ്ട്. സോ ഐ കനോട്ട് ഡിസ്ക്ലോസ് ഇറ്റ്. യു വിൽ ഹാവ് ടു വെയിറ്റ് ടിൽ ദ എൻഡ്. റാന്തൽ വിളക്കിന് നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ട്, റാന്തൽ വിളക്കിന് നമ്മളോടൊപ്പം ഉണ്ടായ എല്ലാവരും ഇതിന് അതേപോലുള്ള സപ്പോർട്ട് തിരിച്ചു തരണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ വിജയം. ഞാനത് ഇനിയും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും കൂടെ ഉണ്ടാവും. Twist. So we are waiting for what is that twist, right? We are waiting. So we wish all the very best. The twist to be the next mega hit. Soon we will be meeting again for another grand success celebration. So we wish the Sumu's creation, Subai Bai, Meera Menon and Satyadas all the very best. ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. We'll wait for it. ആ പേരിൽ ശരിക്കും it makes us to think what it is. അല്ലേ? So ഇവിടെ സൂമൂസ് ടീമിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. Thank you so much. Shine bright like a diamond, Sumu's team. All the very best. Stay safe. See you all soon.